കോൺഗ്രസുകാരുടെ പ്രിയ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇന്നിപ്പോൾ 56ാമത് പിറന്നാളാണ്. നമ്മൾ AICC ആസ്ഥാനത്താണ് ഉള്ളത്. വലിയ ചടങ്ങുകളൊന്നും പാടില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ പോലും നേതാക്കളുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുൽ ഗാന്ധി 11 മണിയോടെ AICC ആസ്ഥാനത്ത് ഇന്നിപ്പോൾ പിറന്നാൾ കേക്ക് മുറിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, KC വേണുഗോപാൽ, അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, സച്ചിൻ പൈലറ്റിനെ പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നേതാക്കളൊക്കെ ഇന്നിപ്പോൾ ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി നേരത്തെ നേതാക്കളോടും പ്രവർത്തകരൊക്കെ വ്യക്തമാക്കിയത് സമൂഹത്തിന് ഗുണകരമാകുന്ന പദ്ധതികളും ഒപ്പം മറ്റ് നടപടികളും ഇന്നേ ദിവസം ചെയ്താൽ മതി, മറ്റ് ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും AICC ആസ്ഥാനത്തേക്ക് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ പ്രതിസന്ധി പ്രതിപക്ഷം നേരിടുന്ന സമയമാണ്. ആ സമയത്താണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 56ാം പിറന്നാൾ എന്നുള്ളത്. ഒരു വശത്ത് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതോടൊപ്പം മറുവശത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിജയമുണ്ടായത് ഈ പ്രതിസന്ധികൾക്കിടയിലും ഒരു വലിയ നേട്ടമാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തിരിച്ചടിയുണ്ടായ സാഹചര്യമൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ രാഹുൽ ഗാന്ധി കഴിയും എന്നാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ AICC ആസ്ഥാനത്ത് പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. രാഹുൽ ഗാന്ധിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വിവിധങ്ങളായ പോഷക സംഘടനകൾ, അതോടൊപ്പം വിവിധ വ്യക്തികളൊക്കെ വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് നിരവധി ആളുകൾ എന്താണെങ്കിലും ഇങ്ങോട്ട് വന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ തരത്തിൽ വലിയ ആഘോഷമാക്കേണ്ടതില്ലെന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചൊരു വലിയ വികാരമാണ് രാഹുൽ ഗാന്ധിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. आज राहुल जी का बर्थडे का है, क्या कहना चाहता है सर? भैया राहुल जी जन्म ही लिए हैं इंसानियत के लिए, मानवता के लिए, और वह एक पॉजिटिव मनुष्य के रूप में देखे जाते हैं और सबकी उम्मीद है. ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള നേതാവ് കൂടിയാണ്. അദ്ദേഹമൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ട് വലിയ ആശംസകൾ നേരാൻ വേണ്ടി എത്തിയത് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ ആഘോഷമാക്കി ഈ ബർത്ത്ഡേ മാറ്റുക എന്നത് കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമാണ്. കാരണം രാഹുൽ ഗാന്ധി അവർക്കൊരു വികാരമാണ്. സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിൽ ഒരു ആഘോഷമാക്കി മാറ്റുക. പപ്പു യാദവ് അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. എന്താണെങ്കിലും വിവിധ മേഖലകളിൽ വിവിധ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. ദില്ലിയിലാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒരു തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു തൊഴിൽ മേള തന്നെ നടത്തിയിട്ടുണ്ട്. 150ലധികം വരുന്ന കമ്പനികൾ അതിൽ പങ്കെടുത്തു. കേരളത്തിലാണെങ്കിൽ നിരവധി നേതാക്കളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ, ശശി തരൂർ, അതോടൊപ്പം തന്നെ JB മേത്തർ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകളൊക്കെ രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ അറിയിക്കാൻ വേണ്ടി AICC ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ 56ാം പിറന്നാൾ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് AICC ആസ്ഥാനത്ത് നേതൃത്വം. അതോടൊപ്പം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ സമാനമായി തന്നെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേമ്പറയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.